ജയിൽ ഡിഐജി വിനോദ് കുമാറിന് ഉന്നതതല സംരക്ഷണം ഒരുക്കിയതിന് തെളിവുകൾ പുറത്ത്. വിനോദ് കുമാർ നടത്തിയ അനധികൃത ജയിൽ സന്ദർശനത്തിലെ റിപ്പോർട്ടുകളിൽ ജയിൽ വകുപ്പ് മേധാവി നടപടിയെടുത്തില്ല. പ്രതികളുമായുള്ള ഫോൺ വിശദാംശങ്ങൾക്കായി വിനോദിന്റെ കോൾ വിവരങ്ങൾ ടെലികോം കമ്പനികളോട് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടു. ജയിൽ ഹെഡ്ക്വാർട്ടേഴ്സ് ഡിഐജി മറ്റ് ജില്ലകളിൽ സന്ദർശനം നടത്തുമ്പോൾ മുൻകൂർ അനുമതി വാങ്ങണം. എന്നാൽ യാതൊരു അനുമതിയുമില്ലാതെയാണ് വിനോദ് കുമാർ കോട്ടയം, മൂവാറ്റുപുഴ, പൊൻകുന്നം എന്നീ ജില്ലകളിൽ സന്ദർശനം നടത്തിയത്. 1 മണിക്കൂർ വരെ ജയിലുകളിലെ സന്ദർശനം നീളുകയും ചെയ്തു. 2 വർഷങ്ങൾക്ക് മുമ്പാണ് വിനോദ് കുമാറിന്റെ ജയിലുകളിലെ സന്ദർശനം. പരോളിനായി കഴിഞ്ഞ 3 വർഷത്തിനിടെയാണ് തടവുകാരുടെ ബന്ധുക്കളിൽ നിന്ന് വിനോദ് കുമാർ പണം കൈപ്പറ്റുകയും ചെയ്തിട്ടുള്ളത്. പണം വാങ്ങിയതിനു ശേഷം തടവുകാർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നിയമവിരുദ്ധമായി ഈ സന്ദർശനമെന്നാണ് ആരോപണം ഉയരുന്നത്. ജയിൽ വകുപ്പ് മധ്യമേഖലാ ഡിഐജി സംസ്ഥാന ജയിൽ വകുപ്പ് മേധാവിക്ക് നിരവധി തവണ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് നൽകിയെങ്കിലും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല. വിനോദ് കുമാറിന് സംരക്ഷണം ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടി സ്വീകരിക്കാത്തതെന്നാണ് വിമർശനമുയരുന്നത്. തടവുകാർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും പരോൾ അനുവദിക്കുന്നതിനും ഇവരുടെ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമാണ് പണം സ്വീകരിച്ചിട്ടുള്ളത്. കൂടുതൽ പേരിൽ നിന്ന് പണം സ്വീകരിച്ചിട്ടുണ്ടെന്ന് വിജിലൻസിന് സംശയമുണ്ട്. ഈ സാഹചര്യത്തിലാണ് വിനോദ് കുമാറിന്റെ ഫോൺ കോൾ കേന്ദ്രീകരിച്ച് വിജിലൻസിന്റെ അന്വേഷണം. വിനോദ് കുമാറിന്റെ അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ച് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. വിനോദ് കുമാർ വാങ്ങിയ വസ്തുവകകളുടെ വിവരങ്ങൾ വിജിലൻസ് പരിശോധിച്ചു വരികയാണ്. മീഡിയ 1 തിരുവനന്തപുരം.